നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളികൾ പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും ഉള്ള ആളുകൾ അല്പമൊക്കെ ആദരവ് മലയാളികൾക്ക് നൽകിയിരുന്നു. പക്ഷെ നമ്പർ 1 എന്ന തള്ളലും സ്വതസിദ്ധമായ അഹങ്കാരവും മലയാളികളെ ഒരു പരിഹാസ കഥാപാത്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. കേഴുക മമ നാട് എന്ന് വിലപിക്കേണ്ട അവസ്ഥയിലാണ് ഈ മണ്ണിനെ, ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ. എന്തായാലും നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക. So Pearl William, what's your political leaning? Political leaning? I don't watch politics. Don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. ഇന്ത്യയിലെ ജനപ്രിയ ഒരു പരിപാടികളിലൊന്നായ, ടെലിവിഷൻ പരിപാടികളിലൊന്നായ ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിൽ, ആ ഒരു പരിപാടിയിലെ ഒരു വിഷ്വലാണ് ഞാൻ കാണിച്ചത്. അതിൽ ഒരു മലയാളി പെൺകുട്ടിയാണ് നിൽക്കുന്നത്. ആ മലയാളി പെൺകുട്ടിയോട് പാനലിസ്റ്റായ രൺബീർ എന്ന് പറഞ്ഞ ആൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല എന്ന് മറുപടി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ, നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വോട്ട് പോലും ചെയ്യാറില്ല എന്ന് വളരെ ആ സ്ത്രീ പറയുന്ന രീതിയാണ് നമുക്ക് അംഗീകരിക്കാനാവാത്തത്. മലയാളിയാണ്, മലയാളികളെ പരിഹസിക്കുന്നത്, മറ്റുള്ളവർ പരിഹസിക്കുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതോട് ഈ വോട്ട് ചെയ്യും, ഞാൻ വോട്ട് ചെയ്യാറ് പോലും ഇല്ല എന്നൊരു ധിക്കാര സ്വരത്തിൽ ആ പെൺകുട്ടി പറയുമ്പോൾ അവർ പറയാണ്, സാർ 100% ലിറ്ററസി സാർ, കേരള സാർ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് മലയാളികളെ. അപ്പോ എമ്പാടും ചിരി ഉയരുകയാണ്. അത് ഇന്ത്യയിലെ കേരളം ഒഴികെയുള്ള മറ്റെല്ലാ പ്രദേശക്കാരും തന്നെ നമ്മളോട്, നമ്മുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി നീ ഒരു കോമാളിയാണെന്ന് ഓരോ മലയാളിയോടും പറയുന്നത് പോലെയാണ് നമ്മൾ തോന്നുന്നത്. ഒരുപാട് ആളുകൾ പല റിയാലിറ്റി ഷോകളിലും പങ്കെടുത്ത് മലയാളത്തിന്റെ, കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പെൺകുട്ടി ഒരു തലമുറയുടെ പ്രതിനിധിയാണ്. എല്ലാത്തിനോടും നിഷേധഭാവം സ്വീകരിക്കുന്ന, ഞാനാണ്, ഞാൻ മാത്രം, ഞാൻ തന്നെ എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഈ പെൺകുട്ടി. വോട്ട് ചെയ്യാറില്ല, രാഷ്ട്രീയത്തെ ഞാൻ നോക്കാറില്ല, രാഷ്ട്രീയം എന്നത് എന്തോ മോശം കാര്യമാണ്, വോട്ട് ചെയ്യുന്നത് അതിലേറെ മോശം കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ, ശാപം കിട്ടിയ തലമുറയുടെ ഭാഗമാണ് ഈ പെൺകുട്ടി, അവരുടെ പ്രതിനിധിയാണ് ഈ പെൺകുട്ടി. ഇത് മാറിയേ മതിയാകൂ. മലയാളിയെ പറയിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളിക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു തലമുറയുടെ പോക്ക്. വോട്ട് ചെയ്യുന്നതും രാഷ്ട്രീയവും ഈ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുമെല്ലാം മോശം കാര്യമാണെന്ന് ചിന്തിക്കുമ്പോൾ സ്വയം ഇല്ലാതാവുകയാണ്. സ്വത്വബോധം എന്നത്, അതിലുള്ള ആത്മാഭിമാനം തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ആളുകളെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ആണ്, ഇതൊക്കെ മോശം കാര്യമാണ്, ഇതിലേക്കൊന്നും ഞാൻ എത്തില്ല എന്ന് പറഞ്ഞ പൊങ്ങച്ച കുഞ്ഞമ്മമാരുടെ, പണ്ട് കാലത്തുള്ള പൊങ്ങച്ച കുഞ്ഞമ്മമാരുടെ നിലവാരത്തിലേക്ക്, മറ്റുള്ളവരുടെ അനുകരിക്കുന്ന ആ നിലവാരത്തിലേക്ക് മലയാളിയുടെ ഭാവി വാഗ്ദാനങ്ങൾ, യുവതലമുറ പോകുന്നത് അംഗീകരിക്കാനാവില്ല. അത് ആശ്വാസ്യമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിനെതിരെയൊക്കെ മലയാളിയെ വിമർശിക്കുന്നു, മലയാളിയെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നവർ ചിന്തിക്കുക, ഇത് സ്വയം പ്രധാനാർത്ഥമാണ്, നമ്മൾ ചെയ്തതാണ്, നമ്മൾ വാങ്ങിച്ചു കൂട്ടിയതാണ്. മലയാളിയുടെ നമ്പർ 1 എന്ന തള്ളലും, നമ്മൾ എന്തൊക്കെയാണെന്ന തള്ളലും, നമ്മൾ ഒന്നുമല്ലാതെ പിറകുവശത്തേക്ക് അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരിക. അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുക. അത് ചിന്തിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു പരിഹാസ കഥാപാത്രങ്ങളെ, ചിലപ്പോ ഇതുപോലെ മുന്നിൽ നിന്ന് നമ്മളെ പരിഹസിക്കില്ല, പക്ഷെ നമ്മുടെ പിന്നിൽ നിന്നെങ്കിലും പരിഹസിക്കാൻ മലയാളികളല്ലാത്ത മറ്റു മനുഷ്യരെല്ലാവരും തന്നെ തയ്യാറാകും. അത്തരമൊരു അവസ്ഥ നമുക്കെല്ലാവർക്കും വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.